ഗൈസ് ഓക്കെ ഇവിടെ ഇപ്പം എന്തായാലും ഇല്ല. ഞാനാണ് ഒരു ബില്യണയറിൻ്റെ വീട്ടിലൊക്കെ നിൽക്കുകയാണ് കേട്ടാ. ഇത് ആരുടെ വീടാണെന്ന് എനിക്ക് അറിയണം ഗൈസ്. ഞാൻ ഒരു ബില്യണയറിൻ്റെ വീട്ടിലാണ് ഏട്ടാ നിൽക്കണതെന്ന് വെച്ചാൽ ഓക്കെ. ഞാൻ ഇവിടെ നിന്ന് എന്തായാലും ഒരു വണ്ടി എടുക്കാനായിട്ടാണ് വന്നതെന്ന് വെച്ചാൽ ഏട്ടാ. ഇതെന്ന് വെച്ചാൽ ഗൈസ് ഒരു ഗോൾഡൻ റോൾസ് റോയ്സ് ആണ് കേട്ടാ. ഇതെന്ന് വെച്ചാൽ ഗൈസ് ഒരു പ്യുവർ ഗോൾഡൻ റോൾസ് റോയ്സുകളൊക്കെയാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഒരു പുതിയ കാറാണ് കേട്ടാ. ഈ കാറിൻ്റെ ഓണറല്ലേ ഓക്കെ, അയാളൊരു ബില്യണയറാണ് ഓക്കെ. അയാൾ എവിടെയോ കൊണ്ട് ഇടിച്ചു കയറ്റി ഇതിൻ്റെ ഫ്രണ്ട് ബമ്പറങ്ങ് ഇളകിപ്പോയി ഗൈസ് ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ വണ്ടി ശരിയാക്കാനായിട്ട് എന്തായാലും നമ്മുടെ സിമിയോൻ്റെ ഡീലർഷിപ്പിൽ കണക്ക് ഒരു ഓർഡർ കണക്ക് എന്തായാലും വന്നേക്കാണ് കേട്ടാ. ഞാൻ പിന്നെ സിമിയോൻ്റെ ഡീലർഷിപ്പിലാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ കേട്ടാ. എൻ്റെ കയ്യിൽ 10ൻ്റെ പൈസ എന്ന് വെച്ചാൽ 10ൻ്റെ പൈസ ഇല്ല കേസ് ഓക്കെ. എൻ്റെ കയ്യിലാണ് $0 ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഓക്കെ. എങ്ങനെയും കുറച്ച് പൈസ ഉണ്ടാക്കണം കേസ്, എന്നിട്ട് അങ്ങ് പഴയതല്ല റിച്ച് ആവണം കേസ് ഓക്കെ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇയാളുടെ വീട്ടിൽ കണക്ക് വന്നേക്കണം കേട്ടാ. നമുക്കപ്പോൾ ഈ റോൾസ് റോയ്സ് എടുക്കാം കേട്ടോ. എൻ്റെ പൊന്നെ കേസ്, ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് റോൾസ് റോയ്സ് ഓടിക്കണേ. റോൾസ് റോയ്സ് അല്ല, എൻ്റെ ഒക്കെ മേലെ ആയിട്ടുള്ള കിടിലെ വണ്ടി ഓടിച്ചോണ്ടിരുന്നതാണ്. ഇപ്പം എല്ലാം പോയി കേസ്, ഒന്നും പറയണ്ട ഓക്കെ. എൻ്റെ കയ്യിൽ ഇപ്പോൾ 10ൻ്റെ പൈസ ഇല്ല കേസ് ഓക്കെ. നമുക്കെന്തായാലും ഇല്ല, ഇതും കൊണ്ട് നേരെ സിമിയോൻ്റെ ഡീലർഷിപ്പിൽ പോയി. എന്നിട്ട് നമുക്ക് ഈ വണ്ടി അങ്ങ് ഫുൾ അങ്ങ് റിപ്പയർ ചെയ്യും. എന്നിട്ട് തിരിച്ച് ഈ വണ്ടി ഡെലിവറി ചെയ്യണം കേട്ടോ. ഈ വണ്ടിയുടെ ഗോൾഡ് പ്ലേറ്റൊക്കെ പിന്നെ ഇളക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗോൾഡ് പ്ലേറ്റൊക്കെ ഇളക്കിയിട്ട് ഏതാണ് ഒരു ബാഗിലാക്കി അയാൾക്ക് കൊണ്ട് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടാ. ഓക്കെ ഗൈസ്, എന്നാലും ഇവിടെ ഇപ്പം എന്തായാലും ഇല്ല, നമ്മുടെ ഒരു ബില്യണയറിൻ്റെ വണ്ടി നമ്മുടെ സിമിയോൻ്റെ ആൾക്കാരുകളൊക്കെ ഫുള്ള് സെറ്റാക്കിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ വണ്ടി കാണാൻ നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ആ ഗോൾഡ് എല്ലാം കറക്റ്റായിട്ട് എന്തായാലും ഉരുക്കി എല്ലാം കട്ട പോലെ ആക്കി ഈ ഒരു ബാഗിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തായാലും അയാളെ ഏൽപ്പിക്കണമെന്ന് സിമിയോൺ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അയാൾ എന്തായാലും കുറേ ദിവസമായിട്ട് ഈ ഗോൾഡ് രീതിയിൽ ഈ വണ്ടി കാണുകയാണ് കേസ്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി ബ്ലാക്ക് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈ പൈസയും വണ്ടി എന്നാലും തിരിച്ച് അയാൾക്കൊണ്ട് ഡെലിവറി ചെയ്യണം കേസ് ഓക്കെ. സിമിയോണിന് എത്ര രൂപ തരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേസ് ഓക്കെ. എന്തായാലും നമുക്ക് എന്തായാലും നേരെ എന്തായാലും കേസ് ആ ബില്യണയറിൻ്റെ വീട്ടിൽ പോകും ഓക്കെ. അയാളെ എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും കേസ് ആ ബില്യണയറിൻ്റെ വീട്ടിലോട്ട് എന്നാലും ഈ വണ്ടി കൊണ്ട് കത്തിച്ചെന്തായാലും വിടാം ഓക്കെ. ഇവിടെ ഇപ്പം എന്തായാലും ഇല്ല, ഞാൻ അങ്ങനെ ഫൈനലി അങ്ങനെ ബില്യണയറിൻ്റെ വീട്ടിലെത്തി. ഇതെന്താ ഈ വീട്ടിൽ ഇത്രയും കാറ്? എൻ്റെ പൊന്നെ കേസ്, ഇയാൾ നമ്മുടെ സിറ്റി തന്നെ ഏറ്റവും വലിയ ബില്യണയർ ആണെന്ന് തോന്നണം കേട്ടാ. എൻ്റെ പൊന്നെ, നമുക്കില്ല ഈ റോൾസ് റോയ്സുകളൊക്കെ എന്തായാലും അല്ലേ കറക്റ്റായിട്ട് എന്തായാലും ഒതുക്കി തന്നെ എന്തായാലും ഇവിടെ എന്തായാലും പാർക്ക് ചെയ്ത് എന്തായാലും ഇടാം കേട്ടോ. ഈ വണ്ടി കയറണമല്ലോ ഓക്കെ. ഇവിടെ എന്തായാലും നമുക്ക് ഈ വണ്ടി എന്തായാലും പാർക്ക് ചെയ്ത് എന്തായാലും ഇടാം കേസ് ഓക്കെ. എന്തായാലും നമുക്കെന്തായാലും ഇവിടെ ഒരു ഗാർഡ് കണക്ക് എന്തായാലും നിൽക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ, എന്തോരം വണ്ടിയാണല്ലേ. ഡോ താ ഇവിടെ പോണാ? താ വണ്ടി ഇവിടെ ഏൽപ്പിക്കാനല്ലോ വന്നാ, എന്നിട്ട് താ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയാൽ മതി. ഡോ ആ ബാഗിങ് എടുക്ക്. അല്ല 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 എനിക്കില്ല ഇവിടുത്തെ ബില്യണയറിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഇല്ല 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 ഇല്ല, ബില്യണയറിനെ കാണാനൊന്നും പറ്റൂല. പ്ലീസ് ചേട്ടാ, പ്ലീസ് പ്ലീസ്, എനിക്ക് ഇവിടുത്തെ ബില്യണയറിനെ ഒന്ന് കാണണം. ബില്യണയറിനെ കാണണോ? ആ ശരി ശരി, ഞാൻ ഇപ്പോൾ വിളിക്കാം. അദ്ദേഹം എന്തായാലും വെളിയിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചോണ്ടിരിക്കുകയാണ്. അയാളെ ഇപ്പോൾ വിളിക്കാം കേട്ടോ. ബില്യണയറിനെ ഇപ്പോൾ വിളിക്കാം. താഴെ ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ നോക്കിയതല്ലേ. ആ ചേട്ടാ ഗായ്സ്, ഇവിടെ ഇഷ്ടം പോലെ കാറുകളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. ഇതെന്തുകൊണ്ട് കാറിൻ്റെ ഷോറൂമാ? എനിക്ക് തോന്നുന്നത് ഇയാൾക്ക് വല്ല ഷോറൂമും എല്ലാം ഉണ്ടെന്ന് തോന്നണം കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും കാറെന്ന് വെച്ചാൽ കേട്ടോ. ബില്യണയറിന് ഇത്രയും കാറുണ്ടെന്ന് തോന്നണം കേട്ടോ. എന്തായാലും നമ്മുടെ ഈ ചേട്ടൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഹലോ ചേട്ടാ, ബില്യണയർ എവിടെ? എടോ സാറിപ്പോൾ വരോടോ, ഒന്ന് അടഞ്ഞിരിക്കടോ. ഡിഫൻഡർ, പിന്നെ ഏതാണ്ട് റേഞ്ച് റോവർ. വെയിറ്റ് എ മിനിറ്റ്, ഈ ഫെറാറി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഗായ്സ്, ഈ കാറ് നമ്മുടെ കയ്യിലുണ്ട് ഗൈസ്. ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ ബില്യണയർ ആയിരുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചൊരു കാറാണ് കേസ് എന്ന് വെച്ചാൽ ഓക്കെ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തായാലും ആകെ എന്ന് വെച്ചാൽ ഒരു കാർ പോലും ഇല്ല കേസ് ഓക്കെ. അത് മാത്രമല്ല കേസ്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഷിൻചാനുകളൊക്കെ എന്തായാലും ഇറങ്ങിപ്പോയി കേസ് ഓക്കെ. ഷിൻചാൻ ഇറങ്ങിപ്പോയിട്ട് ഏകദേശം 2-3 മാസമായിട്ട്. ഞാനും അതേപോലെ തന്നെ പിങ്ചാനും ഗ്രാനി ടൈഗറും മാത്രമേ ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ളൂ കേസ് ഓക്കെ. ഷിൻചാൻ ഇറങ്ങിപ്പോയ സമയത്ത് നമ്മുടെ ഈ ഒരു ഫെറാറി വേറെ 2-3 കാറുണ്ടായിരുന്നു കേട്ടോ. അതിലവ ഈ ഫെറാറി അടിച്ചു മാറ്റിക്കൊണ്ടാണ് പോയതെന്ന് വെച്ചാൽ ഓക്കെ. അതേ സെയിം ഫെറാറി താണ്ട് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അതേ സെയിം നമ്പർ പ്ലേറ്റൊക്കെ. നമുക്കിവിടെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. മിക്കവാറും വേറെ എല്ലാവർക്കും വിറ്റാണ് കേസ് ഓക്കെ. എന്നിട്ട് എന്തായാലും വണ്ടി എന്തായാലും അയാൾ വല്ല വാങ്ങിച്ച ആയിരിക്കും കേസ്. എന്തായാലും ഇത് നമ്മുടെ വണ്ടി തന്നെയാണ് കേട്ടോ. എന്തായാലും അയാളോട് ചോദിക്കാൻ ഈ ചെറിയ മടിയാണ് കേട്ടോ. എന്തായാലും ആ ബില്യണയർ വരട്ടെ. എന്തായാലും ഇതിനെക്കുറിച്ച് എന്തായാലും നമുക്ക് ചുമ്മാ എന്തായാലും ജസ്റ്റ് എന്തായാലും ചോദിച്ചോ കേസ്. എന്തായാലും ആ ബില്യണയറിനൊക്കെ വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് എന്തായാലും നിൽക്കാം കേസ് ഓക്കെ. എൻ്റെ പൊന്ന് കേസ്, ഒന്ന് മനുഷ്യന് ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും സമ്മതിക്കില്ല കേസ് ഓക്കെ. ഇവിടെ ഏതൊരുത്തൻ വന്നെന്ന് തോന്നുന്നു കേസ് ഓക്കെ. അതുകൊണ്ട് നമ്മുടെ ബോഡി ഗാർഡ്സുകളൊക്കെ നമ്മളെ വിളിച്ച കേസ് ഓക്കെ. അതേ അവനാന്ന് കേസ്, എനിക്കറിഞ്ഞൂടാ. എനിക്കിവിടെ ഇപ്പോൾ 100 ഓട്ട പണികളുണ്ട്. എന്നിട്ട് ഇതിപ്പോൾ ആരാണെന്ന് ഇവിടെ വന്നത്? ഇത് ഈ മോഹൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇതാര് സത്യത്തില്? അയ്യോ, ഇത് നമ്മുടെ ഫ്രാങ്ക്ലിൻ ചേട്ടനല്ലേ? എടോ ഫ്രാങ്ക്ലിനെ, നീ എന്താ ഇവിടെ വന്നിക്കണ? ചേടാ എടാ ഷിൻചാനെ, നീയാ? ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ചേട്ടൻ എന്തിനാ ഇവിടെ വന്നിക്കണ?
ചേട്ടൻ എൻ്റെ വീട്ടിൽ വന്നാ. എടാ ഷിൻചാനെ, ഞാൻ സിമിയോണിൻ്റെ ഡീലർഷിപ്പിൽ നിന്ന് വരെയാണ്. ഞാൻ താണ്ട് ആ ബോഡി ഗാർഡിൻ്റെ നിൻ്റെ ഒരു റോൾസ് റോയ്സ് ഫുൾ ഗോൾഡ് അടിച്ച് സെറ്റാക്കി തന്നില്ലേ? ആ വണ്ടി ഫുള്ള് ബ്ലാക്ക് അടിച്ചിട്ട് ഗോൾഡ് എല്ലാം ഉരുക്കി കറക്റ്റായിട്ടൊരു ബാഗിലായി കൊടുത്തിട്ടുണ്ട്. ആ ബോഡി ഗാർഡിൻ്റെ കൊടുത്തിട്ടുണ്ട്. ആടാ ഫ്രാങ്ക്ലിനെ, ഇപ്പം സാധനം ഏൽപ്പിച്ചല്ലോ, ഇനി നീ തിരിച്ചു വയ്ക്കോ? അതെന്ത് വറച്ചിലോടാ ഷിൻചാനെ. എന്നെ ഫ്രാങ്ക്ലി ചേട്ടാ ഒന്ന് ഇവിടെ നിന്ന് പോയി തരുമോ മനുഷ്യനെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട്? എനിക്കിവിടെ ഇപ്പോൾ 100 വട്ടം പണികളുണ്ട് ഫ്രാങ്ക്ലി ചേട്ടാ. എടാ ഷിൻചാൻ, അതിന് നിന്റെ വീടല്ലല്ലോടാ. ആര് പറഞ്ഞേ? എൻ്റെ പൊന്ന് ഫ്രാങ്ക്ലി ചേട്ടാ. എടാ ഫ്രാങ്ക്ലിനെ പൊട്ടാ, ഇത് എൻ്റെ വീടാണല്ലോ, ഞാനാണ് ഇവിടുത്തെ ബില്യണയർ. അത്രയ്ക്ക് ധൈര്യമോ? എന്നാൽ ഞാൻ ബോഡി ഗാർഡിനോട് ചോദിച്ചോക്കട്ടാ. തന്നു സാർ പറഞ്ഞത് ശരിയാണ്. എടാ ഫ്രാങ്ക്ലിനെ, ഇതാണ് ഞങ്ങളുടെ ബില്യണയർ സാറ്. ഷിൻചാന്, നീ എപ്പോഴാ ബില്യണയർ ആയത്? ഫ്രാങ്ക്ലി ചേട്ടാ, അത് അറിയേണ്ട ആവശ്യമൊന്നുമില്ല, പോയി പണിയെടുക്കടാ ഫ്രാങ്ക്ലിനെ. എടാ ഷിൻചാൻ, എന്തായാലും ഇങ്ങനെയൊന്നും പാടില്ലായിരുന്നു കേട്ടാ. നീ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ നിനക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചെന്ന്, എത്ര കാറൊക്കെ വാങ്ങിച്ചെന്ന്. നമുക്കിവിടെ ഇപ്പം ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ ഞാൻ അതിൽ കുറച്ച് കാറല്ലേ വിറ്റോളാം. എൻ്റെ കാറുകളൊക്കെ കുറേ ഇപ്പോഴും വീട്ടിൽ കിടപ്പുണ്ട്. അതൊക്കെ ഞാൻ കുറേ വിറ്റിട്ടുണ്ട്. എന്നിട്ട് നീ ഇങ്ങനെ കാണിച്ചാൽ അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടാ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ, ആ കിടക്കണ ആ മഞ്ഞ ഒരു ഫെറാറി ഇല്ല, അതെൻ്റെ കാറല്ലേ? എടാ ഫ്രാങ്ക്ലിനെ പോടാ, നിനക്ക് മാത്രം എന്ത് ഫെറാറിയാണോ? നമുക്കൊന്നും ഇല്ലാത്ത പോലെ അല്ലേ? ഇല്ലടാ ഷിൻചാൻ, എൻ്റെ സെയിം നമ്പർ പ്ലേറ്റ് കാറാണ്. ഞാൻ തരൂല, നീ എന്നെ എന്ത് ചെയ്യും? എടാ ഷിൻചാനെ, നീ പറയണ കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. എനിക്ക് വേണമെങ്കിൽ നിൻ്റെ വീട് മൊത്തം നശിപ്പിക്കാം. പക്ഷെ എൻ്റെ കയ്യിലാണെങ്കിൽ ഇതിൻ്റെ പൈസയും വെപ്പൺസോ ഒന്നുമില്ല. എടാ ഫ്രാങ്ക്ലിനൊന്ന് ഇറങ്ങി പോടാ അവിടെ നിന്ന്. എൻ്റെ ഈ ഫെറാറി ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്, അല്ല നിൻ്റെ നിന്ന് അടിച്ചു മാറ്റിയതെന്നല്ല. നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന സമയത്ത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച ഫസ്റ്റ് കാറാണ് ഇതെന്ന് വെച്ചാൽ. എടാ ഷിൻചാനെ, ചുമ്മാ അവിടെ നിന്ന് തള്ളാതെടാ. എന്തായാലും നിൻ്റെ വീടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടേട്ടാ. എടാ ഫ്രാങ്ക്ലിനൊന്ന് ഇറങ്ങി പോവോ? വാവ്, എൻ്റെ റോൾസ് റോയ്സ് നൈസായിട്ട് തന്നെ എന്തെങ്കിലും ഉണ്ട് കേട്ടാ. എടാ ഗോൾഡൊക്കെ ഇങ്ങനെ തന്നെ. സാറിൻ്റെ ഗോൾഡ്. ശരി. പക്ഷെ എൻ്റെ പൊന്നെ, എടാ ഫ്രാങ്ക്ലിനെ, സിമിയോൺ ഓക്കെ, അവൻ്റെ അടുത്ത് പോയി പറ, വണ്ടി നൈസായിട്ട് എന്തെങ്കിലും ഉണ്ട് കേട്ടാ. എടാ ഷിൻചാനെ, പ്ലീസ് എടാ, നീ എന്നെയും കൂടെ നിർത്തടാ നിൻ്റെ വീട്ടിൽ. എൻ്റെ കയ്യിൽ 10ൻ്റെ പൈസ ഇല്ലടാ. എനിക്ക് നിൻ്റെ കൂടെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാ. എടാ എനിക്കെന്താടാ കുറച്ച് പൈസ, ഞാനും ബില്യണയർ ആവട്ടെ, എന്നിട്ടൊക്കെ ഒരുമിച്ച് ജീവിക്കാടാ. എടാ ഫ്രാങ്ക്ലിനെ, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോടാ. എനിക്ക് നിൻ്റെ അവിടെ ജീവിക്കണം എന്നൊരു താല്പര്യമില്ല. എടാ എനിക്ക് നിൻ്റെ അവിടെ ജീവിക്കണ്ട. എടാ എനിക്കിവിടെ ഒരു ജോലിയെങ്കിലും താടാ. ഞാനിപ്പോൾ സിമിയോണിൻ്റെ ഡീലർഷിപ്പിലാണ് വർക്ക് ചെയ്യണം. എനിക്ക് അവിടെ നിന്ന് വലുതായിട്ട് പൈസയൊന്നും കിട്ടില്ല. എടാ ഫ്രാങ്ക്ലിനെ, നീ ഉള്ള പൈസ വെച്ച് ജീവിച്ചാൽ മതിയടാ. നീ എനിക്ക് കുറേ വാങ്ങിച്ചെന്നിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ എന്നാലും ഞാൻ നിൻ്റെ അവിടെ ഒന്നും ചെയ്യില്ലടാ. നീ ഇവിടെ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോൾ കൊല്ലടാ. നീ എന്നെ കൊല്ലടാ ഷിൻചാനെ, കൊള്ളടാ. ഞാൻ നിൻ്റെ സ്വന്തം ചേട്ടനല്ലേടാ. എന്നിട്ട് എനിക്ക് കുറച്ച് പൈസ തരാൻ തോന്നിയില്ലല്ലോ. എൻ്റെ ഫെറാറി എനിക്ക് താതിരിച്ച്. എൻ്റെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇവിടെ നിന്ന് ഇറങ്ങി പോവും മനുഷ്യൻ്റെ ശല്യം ചെയ്യാനായിട്ട്. എടാ ഷിൻചാനെ, ഇതിനെ പകരമായിട്ട് തിരിച്ച് നിനക്ക് പണിയായിരിക്കും കേട്ടാ. എടാ ഫ്രാങ്ക്ലിനൊന്ന് ഇറങ്ങി പോവോ? മനുഷ്യനെ നാടൻ കിടത്താൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറിയെന്നാണ്. ഗായ്സ്, ഇവിടെ ഇപ്പോൾ ആ ഫ്രാങ്ക്ലിൻ എന്തൊക്കെയാണല്ലേ വിളിച്ചിറങ്ങിയിട്ട് പോയത്. എന്തായാലും അവനിട്ടൊരു പണി കൊടുത്തില്ലെങ്കിൽ എൻ്റെ പേര് ഷിൻചാൻ എന്നല്ല കേസ്. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ ഇല്ല, നൈസായിട്ടെന്നാലും നമ്മുടെ ഈ കാണുന്ന റോൾസ് റോയ്സിലല്ലേ 2-3 സ്റ്റിക്കി ബോംബുകളൊക്കെ വലിച്ചെറിയണം കേട്ടാ. അയ്യോ എൻ്റെ പൊന്നു സാർ എന്തിനാണ് കാണിക്കണ? ഇത്രയും നല്ല വണ്ടി എന്തിനാണ് സ്റ്റിക്കി ബോംബ് ഇറങ്ങി നശിപ്പിക്കണ? എടാ ഒന്ന് വാടച്ചിരിടാ പൊട്ടാ. നീ എൻ്റെ ബോഡി ഗാർഡല്ലേ, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല കേട്ടാ. അയ്യോ എൻ്റെ സാറിന് വേണ്ടെങ്കിൽ ഈ ഗോൾഡും റോൾസ് റോയ്സ് എനിക്കിതാ, എന്തിനീ വേണ്ടി സ്റ്റിക്കി ബോംബിട്ട് നശിപ്പിക്കണം? എടോ താൻ തൻ്റെ പണി നോക്കടോ, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഞാൻ ഇവിടെ ഇപ്പോൾ ഈ റോൾസ് റോയ്സ് നശിപ്പിച്ചുള്ളിട്ട് അത് ഫ്രാങ്ക്ലിൻ്റെ തലയിൽ കെട്ടാൻ പോണേ. ഓക്കെ, ആ ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ തലയെ കെട്ടാൻ പോണേ കേട്ടാ. എന്തായാലും ഇവനിട്ടൊരു പണിയെടുത്തേ കിട്ടത്തുള്ളൂ കേട്ടോ. ഇവന് സിമിയോണ്ടേന്ന് കിട്ടും കേസൊക്കെ, ഇവൻ്റെ ജോലി പോട്ടെ കേസൊക്കെ, അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇവിടെ ഇപ്പോൾ നല്ല സ്റ്റിക്കി ബോംബ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ വണ്ടി നൈസായിട്ട് അങ്ങ് നശിപ്പിച്ച് കളയാൻ കേസ്, എന്നിട്ട് ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ തലയിൽ കെട്ടിയേക്കാം കേസ്. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നെ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേസൊക്കെ. ഇപ്പം എല്ലാം കൂടെ കരിഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പം എന്തോ സാധനം പൊട്ടിത്തെറിക്കണ സൗണ്ട് കേട്ടല്ലോ, അതെന്താണ്? പക്ഷെ എൻ്റെ പൊന്നെ ഇതെന്താണ്? എടാ ഷിൻചാൻ പ്രാന്തായ? എടാ ഞാൻ ഇപ്പൊ കൊണ്ട് നീ റോൾസ് റോയ്സ് നീ കത്തിച്ചളങ്ങിയ. എടാ ഫ്രാങ്ക്ലിനെ നീ കള്ളം പറയല്ലടാ. എടാ ഞാൻ ഈ വണ്ടിയുടെ ഹാൻഡിൽ തുറന്നപ്പോൾ ഈ വണ്ടി എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് ഞാൻ തെറിച്ചപ്പുറത്തെ വെള്ളം വീണ്. എടാ ഫ്രാങ്ക്ലിനെ, നീ എൻ്റെ ഇടയിലുള്ള ദേഷ്യത്തിന് വണ്ടിയിൽ സ്റ്റിക്കി ബോംബ് നിറയെ വെച്ചല്ലേ? ഇതെന്തായാലും ഞാൻ സിമിയോണെ വിളിച്ചറിയാം കേട്ടാ. ഇന്ന് നിൻ്റെ ജോലിയുടെ കാര്യത്തിലൊരു തീരുമാനം കേട്ടാ. എടാ ഷിൻചാനെ, നീ ചുമ്മാ കിടന്ന് കളിക്കില്ല കേട്ടാ. നീയല്ലേടാ സ്റ്റിക്കി ബോംബ് വെച്ച് ഈ വണ്ടി നശിപ്പിച്ചളങ്ങിയ. ഞാൻ ഞാൻ ചെറുതായിട്ട് അവിടെ നിന്ന് കണ്ട്. എടാ ഫ്രാങ്ക്ലിനെ, ഞാൻ തന്നെടാ പൊട്ടിച്ചത്, എന്നിട്ട് ഇത് നിൻ്റെ തല വെക്ക്. നീ എന്നെ എന്ത് ചെയ്യും? നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എടാ ഫ്രാങ്ക്ലിനെ, നിൻ്റെ ഉള്ള ജോലിയും കൂടെ പോയടാ.
എന്നാലും എൻ്റെ ഷിൻചാൻ ഇത് കൊള്ളാം കേട്ടാ. ഒന്ന് പോടാ ഫ്രാങ്ക്ലിനെ. അല്ല പിന്നെ ഇവിടെ ഇപ്പം എന്ത് ചെയ്യാനല്ലേ കേസ്, എനിക്കിവിടെ ഇപ്പോൾ തോന്നണേ എൻ്റെ ജോലിയും കൂടെ പോകുന്നതാണ് കേസ് എനിക്ക് തോന്നണേന്ന് വെച്ചാൽ കേട്ടാ. കാരണം അവൻ എന്തായാലും സിമിയോണെ വിളിച്ചു പറയുന്നത് പറയും. ഓക്കെ, സത്യത്തിൽ ഞാൻ ആ വണ്ടിയിൽ ഒന്നും ചെയ്തിട്ടില്ല ഗൈസ്. ഓക്കെ, ആ വണ്ടി അവിടെ കൊണ്ട് കൊടുക്കുകയോ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അവൻ്റെ പൈസ ചെന്തോന്ന് വെച്ചാൽ ചേട്ടോ. ഓക്കെ, എൻ്റെ ഫെറാറിയെങ്കിലും തിരിച്ച് കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു ഗൈസ്. ഓക്കെ, ആ വിഷമം ഒന്ന് പറഞ്ഞോളൂ അവനോട്. ഓക്കെ, അതവന് തീരെ ഇഷ്ടപ്പെടില്ല ഗൈസ്. ഓക്കെ, അതുകൊണ്ട് അവൻ തന്നെ അവൻ്റെ സ്വന്തം റോൾസ് റോയ്സ് ഗോൾഡും എല്ലാം ഒരുമിച്ചിട്ട് കത്തിച്ചിട്ട് അത് എൻ്റെ തലയിൽ കെട്ടിയ ചെയ്തു. ഓക്കെ, ഇനിയിപ്പോൾ മിക്കവാറും എൻ്റെ ജോലി പോകാൻ ചാൻസ് ഉണ്ട്. ആ ബെസ്റ്റ്, നമുക്കിവിടെ ഇപ്പോൾ ഒരു ഫോൺ കോൾ വന്നല്ലോ. ഇത് ആരാണെന്നൊക്കെ നമുക്കൊന്നേരം ഫോൺ കോൾ എടുക്കാം. പക്ഷെ എൻ്റെ പൊന്നടാ, ഇതിപ്പോൾ എന്താണ് സംഭവിച്ചാ? ആ ബെസ്റ്റ്, ആകപ്പാടെ ഉണ്ടായിരുന്ന ആ സൈക്കിളും കൂടെ താഴെ പോയി. ഇനിയിപ്പോൾ ആകപ്പാടെ ഈ വീടും കൂടെ ഉള്ളത്, മിക്കവാറും ഈ വീടും കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. ഇതാണ്ട നമ്മുടെ സൈക്കിൾ കണ്ട് അവിടെ താഴെ കിടപ്പുണ്ട് കേട്ടാ. നമുക്കെന്തായാലും ഇല്ല, നൈസായിട്ട് എന്തായാലും വീട്ടിൽ കയറാം കേട്ടാ. അയ്യോടാ സിമിയോണോടാ വിളിക്കണത്. ഹലോ സിമിയോണേ. എടാ ഫ്രാങ്ക്ലിനെ, നീ ഇനിയിപ്പോൾ എൻ്റെ ഏതാണ് ഷോറൂമിൽ ജോലിക്ക് വരണ്ട കേട്ടാ. നിന്നൊരു പണി ചെയ്യാൻ ഏൽപ്പിച്ചപ്പോൾ നിനക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നീ ആ ബില്ലണയറിൻ്റെ കാർ കത്തിച്ചിളങ്ങല്ലേ എടാ. എടാ ആ ബില്ലണയർ ഷിൻചാനടാ. ഷിൻചാനാണെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അവൻ ഇറങ്ങിപ്പോയി. അതുകൊണ്ട് എന്തായാലും ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഫെറാറി ഇല്ല, എനിക്ക് ഓർമ്മയുണ്ടോ ഫെറാറി, ഒരു മഞ്ഞ ഫെറാറി അല്ലേ ആടെ സിമിയോണേ. ആ ഫെറാറി അവൻ്റെ വീട്ടിൽ കിടന്ന് അത് അവൻ എൻ്റെ അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന്. ആ കാറിൻ്റെ കാര്യം എന്തോ പറഞ്ഞ് അവസാനം നല്ല വലിയ വഴക്കിലായപ്പോൾ ഞാൻ വേണ്ടെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് അവൻ തന്നെ അവൻ്റെ വണ്ടിയിൽ സ്റ്റിക്കി ബോംബിട്ട് ഇറങ്ങി പൊട്ടിച്ച് ആ വണ്ടി നശിപ്പിച്ചിളങ്ങി. എടാ ഫ്രാങ്ക്ലിനെ, നീ ചുമ്മാ കളിക്കാതെ ഫോൺ വെക്കടാ. ഇനിയിപ്പോൾ മര്യാദയ്ക്ക് ആ വണ്ടിയുടെ പൈസ എന്തായാലും ആ ഫ്രാങ്ക്ലിനിൽ എടാ ഫ്രാങ്ക്ലിനെ നീ മര്യാദയ്ക്ക് എന്തായാലും ആ റോൾസ് റോയ്സിൻ്റെ നഷ്ടപരിഹാരം മര്യാദയ്ക്ക് കൊടുക്കുക കേട്ടാ. അല്ലെങ്കിൽ നിൻ്റെ കാര്യം തീർന്നു കേട്ടോ. ആ ഒരു നമ്മുടെ ഏതാണ് ഷിൻചാൻ സാർ കേട്ടാ. ഷിൻചാൻ സാറാണെങ്കിൽ നിനക്കാണെങ്കിൽ ഒരു 10 ദിവസം സമയം തന്നിട്ടുണ്ട്. 10 ദിവസത്തിനുള്ളിൽ ആ വണ്ടിയുടെ ഫുൾ ക്യാഷും ഗോൾഡും എല്ലാം പഴയതുപോലെ തിരിച്ചുകൊണ്ട് കൊടുക്കണം. അല്ലെങ്കിൽ നിൻ്റെ വീടോടെ എല്ലാം കത്തിക്കുമെന്നാണ് പറഞ്ഞത്. നിൻ്റെ അനിയൻ നമ്മുടെ പിങ്ചാനും ഗ്രാനിയെയും ടൈഗറിനെയും നിന്നെ എല്ലാത്തിനെയും കൊല്ലുമെന്നാണ് അവൻ പറഞ്ഞത്. എടാ സിമിയോണേ, എന്തായാലും ഇതെന്തായാലും വേണ്ടായിരുന്നു കേട്ടാ. എടാ ഫ്രാങ്ക്ലിനെ, നീ ഇനി ഒന്നും പറയണ്ട കേട്ടോ. ഇനി നീ എൻ്റെ ഷോറൂമിൽ കണ്ടുവല്ലോ കേട്ടാ. അല്ല പിന്നെ അവനൊരു കാര്യം ഏൽപ്പിക്കുക മര്യാദ ചെയ്യാൻ വയ്യ. അടിപൊളി, എൻ്റെ ഉള്ള ജോലിയും കൂടെ പോയി കേസ്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്? ഫ്രാങ്ക്ലിനെ, നിൻ്റെ ജോലി ഇത്ര പെട്ടെന്ന് തീർന്നാ? ഫ്രാങ്ക്ലിൻ മോനെ എത്ര രൂപ കിട്ടി നമുക്കിന്ന്? ഫ്രാങ്ക്ലിൻ ചേട്ടാ എത്ര രൂപ കിട്ടി? എടാ ടൈഗറെ, പിങ്ചാനെ, ഐ ആം റിയലി സോറി, എൻ്റെ ജോലി പോയടാ. ജോലി പോയെന്നാ? ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇന്ന് ഏതൊരു റോൾസ് റോയ്സ് ഒരു മില്ലഡയറിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് വണ്ടി ഫുള്ള് പണിഞ്ഞിറക്കി തിരിച്ച് ഗോൾഡും എല്ലാം അവിടെ അയാളുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. എന്നിട്ട് പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നല്ലേ പറയാ. എടാ ഞാൻ കറക്റ്റായിട്ട് ചെയ്ത്. പക്ഷെ ആ ബില്ലണയർ ആരാണെന്ന് അറിയാൻ നീ ഞെട്ടിപ്പോ. നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരാളാണ് ബില്ലണയർ. ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ അച്ഛനാ? അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ അച്ഛൻ ബില്ലണയറായ? എടാ ഷിൻചാനേ, എടാ ഷിൻചാനടാ ബില്ലണയറാ. ഷിൻചാൻ നീ എന്താ പൊട്ടനാ? നീ എന്താ പിന്നെ പൊട്ട കളിപ്പിക്കാൻ നോക്കണേടാ പിങ്ചാനെ. ഷിൻചാനാ, ദൈവമേ എൻ്റെ അനിയൻ എങ്ങനെ ബില്ലണയറായി? എടാ പിങ്ചാൻ അതെനിക്ക് അറിഞ്ഞൂടാ. എടാ പിങ്ചാനെ, ഗ്രാനി, ടൈഗറെ എല്ലാവരുടെയും ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്, നമ്മുടെ ഷിൻചാൻ ഒരു ബില്ലണയറായി. ഷിൻചാൻ എനിക്കിട്ട് തന്നൊരു പണിയാണ്. നമ്മുടെ കയ്യിൽ ഒരു ഫെറാറി ഉണ്ടായിരുന്നല്ലോ. ആ മോനെ, ആ ഫെറാറി അവൻ പോയ സമയത്ത് അടിച്ചു മാറ്റിക്കൊണ്ടല്ലോ ഒരു മഞ്ഞ ഫെറാറി. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ആ ഫെറാറി അവൻ്റെ വീട്ടിൽ കിടന്നു, അവൻ്റെ പുതിയ മാൻഷനിൽ. അപ്പോൾ അതിൻ്റെ പേര് തൊട്ടാണ് ഇവിടെ ഇപ്പോൾ വലിയൊരു അടിയുണ്ടായി. ഞാൻ എല്ലാം കളഞ്ഞിട്ട് അവൻ്റെ വീട്ടിൽ നിന്ന് ആ വണ്ടി കൊടുത്തിട്ട് ഞാൻ ഇറങ്ങിപ്പോയിട്ട് എന്തോ ഒരു വലിയ പൊട്ടിത്തെറിയായിട്ട് ഞാൻ തിരിച്ചിറങ്ങി നോക്കിയപ്പോഴാണ് ഞാൻ കൊടുത്ത ആ ഡെലിവറി ചെയ്ത റോൾസ് റോയ്സ് ഗോൾഡ് എല്ലാം അവൻ തന്നെ സ്റ്റിക്കി ബോംബിട്ട് കത്തിച്ചിറങ്ങിയിട്ട് എൻ്റെ പേര് സിമിയോൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അങ്ങനെ സിമിയോൺ എൻ്റെ ജോലിയിൽ നിന്ന് തള്ളി പുറത്താക്കി. ഇനിയിപ്പോൾ അവനെ പൈസ കൊടുക്കണമെന്ന് വണ്ടി നശിപ്പിച്ചതിൻ്റെ. എന്ത് കഷ്ടമാണല്ലേ. ഞാൻ എന്തായാലും അതുകൊണ്ട് ഈ വീടങ്ങ് വിൽക്കാൻ പോവാണ് കേട്ടാ. എന്തോന്ന് വെച്ചാൽ ചേട്ട്, സത്യം പറഞ്ഞാൽ ഞാൻ കത്തിച്ചതല്ലേ കേട്ടോ. എന്നിട്ട് എൻ്റെ മണ്ടക്കിട്ട് കെട്ടാണ് കേട്ടാ. അവൻ പിന്നെ നമ്മളെ ഭീഷണിപ്പെടുത്തി. അഥവാ ആ പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ നമ്മുടെ ഈ വീടൊക്കെ മൊത്തം കത്തിച്ചളയുന്നത്. ഫ്രാങ്ക്ലിൻ മോനെ, ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ അവന് പൈസ കൊടുക്കണ? എൻ്റെ പൊന്ന് ഗ്രാനി, എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. എനിക്കിപ്പോൾ എങ്ങനെയെങ്കിലും മിഷൻ ചെയ്യണം. എന്നിട്ട് മിഷൻ ചെയ്തിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി ആ ഷിൻചാനായിട്ട് പണിയെടുക്കണം. ഞാൻ അങ്ങനെ അവിടെ വീടൊന്നും വിൽക്കാൻ പോകണില്ല. ഈ വീടെൻ്റെ എൻ്റെ സ്വന്തം വീടാണ്. അത് മാത്രമല്ല അവനെ ആ പൈസയും കൊടുത്തില്ല. കാരണം ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അവൻ തന്നെയാണ് അവൻ്റെ വണ്ടി സ്റ്റിക്കി ബോംബിട്ട് പൊട്ടിച്ചിളങ്ങിയത്. എന്നിട്ട് അവൻ നമ്മുടെ പേര് പറയാണ്. അവൻ ഏതൊരു പോകുന്ന നമുക്ക് നോക്കിയേക്കാം. അതെന്തെങ്കിലും കേട്ടാവട്ടെ. നമുക്കിപ്പോൾ എങ്ങനെയാണ് ഒരു മിഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കണം കേസ്. ഓക്കെ, നമുക്കെന്തായാലും ഇപ്പം എന്തായാലും കുറച്ച് നേരം എന്തായാലും വെയിറ്റ് ചെയ്യാം കേസ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഒരു മിഷൻ കിട്ടാതിരിക്കാൻ ചാൻസ് ഇല്ല കേസ്. ഓക്കെ,
എന്തായാലും വെയിറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്. ഇവിടെ ഇപ്പോൾ ഞാൻ കുറച്ചൊരു വെയിറ്റ് ചെയ്തിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ എൻ്റെ ഫോണിലും കണക്കുള്ള ഒരു മിഷനും കണക്ക് എന്തായാലും കിട്ടിയിരിക്കണം കേട്ടോ. നമുക്ക് എന്തായാലും ഈ മിഷൻ എന്തെന്ന് വായിച്ചു നോക്കാം ഗൈസ്, എന്നിട്ട് നമുക്ക് ഈ മിഷൻ ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ അങ്ങനെ ഈ ഒരു മിഷനും കണക്കാൻ നൈസായിട്ട് എന്തായാലും വായിച്ചു നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ 2 സിമ്പിൾ മിഷനാണ് കേട്ടോ. ഫസ്റ്റത്തെ മിഷൻ എന്ന് വെച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഈ വീഡിയോ ഇതിലിട്ട് ആരെങ്കിലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ തീർച്ചയായിട്ടും ചെയ്യുക ഗൈസ്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അതേപോലെ തന്നെ അവിടെ സെക്കൻഡ് ചാനൽ കൂടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഫസ്റ്റത്തെ ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് ടാസ്ക് എന്ന് വെച്ചാൽ അത് വലിയ പാടൊന്നുമില്ല കേട്ടോ, സിമ്പിൾ ടാസ്ക്കാണ്. നമ്മുടെ ഏതാണ് സിറ്റിയിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഗോൾഡൻ നിസാൻ GTR കണക്ക് എന്തായാലും ഒരു ബില്യണയറിൻ്റെ വീട്ടിലുണ്ട്. ആ വണ്ടി അടിച്ചു പറ്റും. ആ വണ്ടി അടിച്ചു പറ്റിയിട്ട് നമ്മളെടുക്കുക. നമ്മൾ എടുക്കണ സമയത്ത് നമുക്ക് ഏകദേശം $1,000 മില്യൺ ഇതുവഴി നമുക്ക് കിട്ടുമെന്നാണ് കേസ് എന്തായാലും പറഞ്ഞതെന്ന് വെച്ചാൽ. $1,000 മില്യൺ. പിന്നെ ആ GTR കൂടെ കൂട്ടുമ്പോൾ എന്തായാലും കുറേ പൈസ എന്തായാലും കിട്ടും കേസ്. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ബില്യണയർ ആവാൻ പറ്റും കേസ്. അപ്പോൾ നമുക്ക് എന്തായാലും മിഷൻ ചെയ്യാം കേസ്. എന്നിട്ട് നമുക്ക് എന്തായാലും നേരെ എന്തായാലും നമ്മുടെ ഒരു ബില്യണയറിൻ്റെ വീട്ടിൽ പോകാം കേസ്. എന്നിട്ട് നമുക്ക് എന്തായാലും ആ മിഷൻ കറക്റ്റായിട്ട് ചെയ്യാം. എന്നിട്ട് ആ GTR അങ്ങ് അടിച്ചു പറ്റാം. ഇനിയിപ്പോൾ ആ ബില്യണയർ ആരാണെന്ന് ചോദിച്ചാൽ അതെനിക്കറിയാൻ പാടില്ല കേസ്. ഏത് ബില്യണയർ ആണെന്നോ ഷിൻജാനായിരിക്കും മിക്കാറും. പക്ഷേ ഷിൻജാൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ അല്ല കാണിക്കണമെന്ന് വെച്ചാൽ. ഇവിടെ അടുത്തുള്ള ഒരു പുതിയൊരു വീട്ടിലാണ് ലൊക്കേഷൻ കാണിക്കണമെന്ന് വെച്ചാൽ. നമുക്ക് എന്തായാലും നേരെ എന്തായാലും ആ വീട്ടിലോട്ട് പോയി എന്നിട്ട് ആ നിസാൻ GTR അങ്ങ് അടിച്ചു പറ്റാം. അത് പിന്നെ എന്താ ഒരു ഗോൾഡൻ നിസാൻ GTR അങ്ങനെ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ. നമുക്ക് എന്തായാലും അതങ്ങ് അടിച്ചു പറ്റാം. ഫൈനലി എന്തായാലും കേസ് ആ ബില്യണയറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഗൈസ് ഇതെന്ന് വെച്ചാൽ കേസ് നമ്മൾ പണ്ട് താമസിച്ച വീടാണ് കേട്ടോ. കുറച്ച് ദിവസം മുമ്പ് ലാമറങ്ങളൊക്കെ ഇവിടെയാണ് താമസിച്ചതെന്ന് വെച്ചാൽ. ലാമറങ്ങളൊക്കെ ഈ വീട്ടിൽ താമസിച്ചെന്നാൽ മടുത്ത് കേസ്. അതുകൊണ്ട് തന്നെ ഈ വീട് വിറ്റ് കേസ്. ഈ വീട് എന്തായാലും വിറ്റിട്ട് അവ എന്തായാലും ഇപ്പം എന്തായാലും ലോസ് ആൻഡോസിലോട്ട് എന്തായാലും പോയിട്ടുണ്ട് എന്തായാലും ഉണ്ട് കേട്ടോ. അവ ഇപ്പം എന്തായാലും ലോസ് ആൻഡോസിലാണ് താമസിക്കുന്നത് എന്തായാലും. അവൻ്റെ അടുത്ത് ഞാൻ കുറച്ച് പൈസ ചോദിച്ചേസ്, എന്നിട്ട് അവൻ തന്നില്ല കേസ് നമുക്ക്. നമുക്ക് എന്തായാലും കേസ് ഈ വീട് എന്തായാലും മൊത്തത്തിൽ എന്തായാലും സെർച്ച് ചെയ്ത് എന്തായാലും നോക്കാം കേസ്. ഇവിടെ എന്തായാലും ആ ഗോൾഡൻ നിസാൻ GTR മിക്കവാറും കിട്ടും ഒരു കേസ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് എന്തായാലും ബാക്ക് ഏരിയ ഫുള്ളായിട്ട് എന്തായാലും സെർച്ച് ചെയ്ത് എന്തായാലും നോക്കാം കേട്ടോ. അവിടെ മിക്കവാറും എന്തായാലും GTR കാണായിരിക്കും കേസ്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഒന്നും തന്നെ ഇല്ലല്ലോ. ഈ വീടിൻ്റെ ബാക്കിൽ ഒരു ഗ്യാരേജ് ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് നോക്കിയാൽ കാരണം നമ്മൾ ഈ വീട്ടിൽ മുമ്പ് താമസിച്ചിട്ടുള്ളതാണ്. ഇതെന്താണ് ഇത് GTR അല്ലേ? എൻ്റെ പോലെ ഇത്ര പെട്ടെന്ന് GTR കിട്ടിയാ? വണ്ടി ലോക്കാണോ എന്നാ പണി കിട്ടിയോ? ഇല്ല കൈസ്, ഈ വണ്ടി ലോക്കെന്നല്ലേ. ഈ വണ്ടി നമുക്ക് ഈസി ആയിട്ട് എന്തായാലും തുറന്നെടുക്കാൻ പറ്റുമോ? എന്തായാലും ഇതും കൊണ്ട് പോകാം. പിന്നെ നൈസായിട്ട് തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ. ഇതൊരു ഗോൾഡൻ GTR. ബെസ്റ്റ് ഗോൾഡൻ ആണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം, നമ്മുടെ വണ്ടിയുടെ ഡോറിലായി പോയി. അത് കുഴപ്പമില്ല, അത് പിന്നെ എപ്പോഴെങ്കിലും എടുക്കാം കേസ്. എന്നാലും ഇതൊരു പ്യുവർ ഗോൾഡൻ വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടി നമുക്ക് എന്തായാലും നൈസായിട്ട് വിൽക്കാം കേസ്. എന്നിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കിടിലെ GTR അങ്ങ് വാങ്ങിക്കാം കേസ്. കുറേ പരിപാടിയുണ്ട് കേട്ടോ. അതിൻ്റെ ഡോർ പിന്നെ എപ്പോഴെങ്കിലും എടുക്കാം കേസ്. ഈ വണ്ടിക്ക് തന്നെ ഏകദേശം ഒരു 200 മില്യൺ കിട്ടും കേസ്. അതല്ലാതെ തന്നെ നമുക്കെന്തായാലും 1000 മില്യൺ കിട്ടും കേസ്. കുറേ പരിപാടി ഉണ്ട് കേസ്. എന്നിട്ട് ആ ഷിൻജാനിട്ട് ചെറിയൊരു റിവഞ്ച് എനിക്ക് കൊടുക്കണം കേസ്. അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ. നമുക്കെന്തായാലും ഇതെല്ലാം സെറ്റാക്കി നമുക്കെന്തായാലും ക്യാഷ് കിട്ടുമെന്ന് ഞാൻ എന്തായാലും വിചാരിക്കുന്നു കേസ്. ക്യാഷ് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേസ്. എന്തായാലും നമുക്കെന്തായാലും നമ്മുടെ വീട് വരെ എന്തായാലും പോകാം കേസ്. നമ്മുടെ വീട്ടിൽ പോകണം, എന്നാലും നമുക്ക് എന്തായാലും ക്യാഷ് കിട്ടത്തുള്ളൂ കേട്ടോ. ക്യാഷും കിട്ടും. ഈ വണ്ടി വിൽക്കുമ്പോൾ നമുക്കെന്തായാലും ഏതാണ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 200 മില്യൺ കിട്ടും കേട്ടോ. നമ്മുടെ സിമിയോൻ്റെ ഡീലർഷിപ്പിൽ പോയി നമുക്ക് എന്തായാലും കുറച്ചുകൂടെ കൂടുതൽ വിലയ്ക്ക് ഈ വണ്ടി വിൽക്കാം. എന്നിട്ട് നമുക്കൊരു അടിപൊളി കിടുക്കാച്ച സാധനം നമുക്ക് വാങ്ങിക്കാണ്ട് കേട്ടോ. ആ സാധനം വെച്ചാണ് ഷിൻജാനായിട്ട് പണിയെടുക്കാൻ പോകണം. നമുക്കപ്പോൾ എന്തായാലും ഈ വീട്ടിൽ നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ വീട്ടിൽ കണക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു വണ്ടി വാങ്ങുന്നതിൽ ഇവിടെ പാർക്ക് ചെയ്യാൻ കേസൊക്കെ. പാർക്ക് ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത് വെച്ചാൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തോ സംഭവിക്കണമെന്നാണ് പറഞ്ഞത് വെച്ചാൽ. നമുക്ക് നല്ല വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗായ്സ്, അങ്ങനെ ഫൈനലി ഞാൻ അങ്ങനെ ബില്യണയർ ആയിക്കാണ് കേട്ടോ. എനിക്കെന്തായാലും ഇല്ലേ 1000 മില്യൺ നല്ല കിട്ടിയെന്ന് വെച്ചാൽ. എനിക്ക് 2000 മില്യൺ കിട്ടിയ കേസൊക്കെ. അവർ 1000 എന്ന് പറഞ്ഞോളൂ. എനിക്ക് സത്യത്തിൽ 2000 മില്യൺ കിട്ടിയ കേസ്. ഞാനിപ്പോൾ ഷിൻജാനെക്കാളും വലിയ ബില്യണയറാണ് കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ ഇഷ്ടം പോലെ സാധനങ്ങളങ്ങ് വാങ്ങിക്കും കേസൊക്കെ. നമ്മുടെ കയ്യിലാണെങ്കിൽ ഇതിനൊരു GTR ഉണ്ടായിരുന്നല്ലോ. ആ GTRനെ സിമോയുടെ ഡീലർഷിപ്പ് കൊണ്ട് വിറ്റപ്പോൾ എനിക്കാണെങ്കിൽ $600 മില്യൺ കിട്ടി. $600 മില്യൺ. ഞാൻ വിചാരിച്ചൊരു 300 മില്യൺ കിട്ടുള്ളൂ എന്നാണ് വിചാരിച്ചോളൂ. ഞാൻ $600 മില്യൺ ഏതാണ് GTR കൊണ്ട് വിറ്റ് കേസ്. 600 മില്യൺ ആ വണ്ടി കൊണ്ട് വിറ്റ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ സിമോൺ ആദ്യമായിട്ടാണ് കേസ് ഒരു കിടിലെ ഗോൾഡൻ കാറുകളൊക്കെ ഏതായാലും പർച്ചേസ് ചെയ്തതെന്ന് വെച്ചാൽ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് കേസ് ഒരു ഗോൾഡൻ ടാങ്കുകളൊക്കെ കിട്ടി കേട്ടോ. ഞാൻ ആദ്യമേ ഈ ഗോൾഡൻ ടാങ്കുകളൊക്കെ എന്തായാലും വാങ്ങിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു കേസൊക്കെ. കാരണം വെച്ചാൽ ഇതുകൊണ്ടൊക്കെ ഒരു പരിപാടി ഉണ്ട് കേസൊക്കെ. പക്ഷേ നമുക്കിവിടെ ഇപ്പോൾ സിമിയോണായിട്ട് തന്നെ എന്തായാലും ആ വണ്ടി സാധനം തന്നിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഇതൊരു കിടിലൻ ടാങ്കാണ് കേട്ടോ. നമുക്കിനി കുറേ വണ്ടികളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഈ ഒരു ഗോൾഡൻ ടാങ്ക് വെച്ചൊരു പരിപാടി ഉണ്ട് കേസ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം.
നമ്മുടേതാണ്. ഷിൻചാൻ്റെ വീട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയല്ലോ, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതൊരു ചാടി അങ്ങ് ഇറങ്ങിയത്. ഓക്കെ, ഷിൻചാൻ ഭയങ്കര മോഡോ കേട്ടോ. അവനെ നമ്മളോട് അവനെ നിർത്തുമെന്ന് ചോദിച്ചപ്പോൾ അവന് ഭയങ്കര മോഡോ കേസ്. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുക്കാൻ പോവുകയാണ് കേസ്. ഓക്കെ, ഇന്ന് അവൻ്റെ വീടിൻ്റെ കാര്യത്തിൽ എല്ലാത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും കേസ്. ഓക്കെ, ഇപ്പം എന്താണ് കേസ്, എൻ്റെ വീട്ടിൽ എന്തോ ഒരു ടാങ്കിൻ്റെ സൗണ്ട് കേൾക്കണല്ലോ. ഞാൻ ടാങ്ക് ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ലല്ലോ, ഇന്ന് എന്താണ് ഒരു ടാങ്കിൻ്റെ സൗണ്ട് കേൾക്കണത്. ഓക്കെ, അത് നമുക്ക് എന്താ പോയി നോക്കിയൊക്കെ. ഇവിടെ ഇപ്പോൾ ഞാൻ സ്റ്റക്കായില്ല. എൻ്റെ പോലെ എൻ്റെ വീട് ഫുള്ള് വണ്ടികളാണ് കേസ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഒതുക്കി ഇടണം കേട്ടോ. കുറേ വണ്ടികളുണ്ട് കേസ് എൻ്റെ കയ്യിലൊക്കെ, കുറേ ബൈക്കുകളും കുറേ കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത്? പക്ഷെ എൻ്റെ പൊന്നെ, എൻ്റെ വീടിൻ്റെ വെളിയിൽ ഒരു ഗോൾഡൻ ടാങ്ക് കിടക്കണല്ലോ. ഇതാരെ ടാങ്ക്? പക്ഷെ എൻ്റെ പൊന്നെ, നൈസായിട്ട് തന്നെ എന്തെങ്കിലും ഉണ്ട് കേട്ടാ. ഇവിടെ പാരില്ലെന്ന് തോന്നുന്നു. പതുക്കെ നമുക്ക് ഈ വണ്ടിയും അടിച്ചു തരാം കേട്ടാ. അയ്യോ, ഇതാര്? ഫ്രാങ്ക്ലിനാ? എടാ ഫ്രാങ്ക്ലിന്, നിനക്കെവിടെ നിന്നാ ഈ ടാങ്ക കിട്ടിയ? എടാ ഫ്രാങ്ക്ലിനെ, നിന്റെ ലുക്കൊക്കെ ആകെ മാറിയല്ലോ. അവൻ്റെയോ പൈസയും ടാങ്കും അവൻ്റെ ജാക്കറ്റും എല്ലാം അടിച്ചു പറ്റി കൊണ്ടുവന്നല്ലേ, എന്നിട്ട് ഇതൊക്കെയാണ് നീ എടുത്തിട്ടല്ലേ? ഇല്ലടാ ഷിൻചാനെ, ഇത് ഞാൻ വലിയൊരു മിഷൻ ചെയ്ത് ഞാൻ ഉണ്ടാക്കിയ പൈസ വെച്ച് ഞാൻ വാങ്ങിച്ച ജാക്കറ്റിൻ്റെ ഡ്രസ്സും പൈസയും എല്ലാം ആണ്. അത് മാത്രമല്ല ഈ ടാങ്കും എല്ലാം ഞാൻ വാങ്ങിച്ചത്. അയ്യോ, അല്ല എന്തിനിപ്പാണ് ഈ ടാങ്ക് കൊണ്ടുവന്നത്? എന്നെ കൊല്ലാനാ? ഇല്ലടാ ഷിൻചാനെ, അതിന് പകരം ഞാൻ എന്താണ് സംഭവം എന്ന് ഞാൻ കാണിച്ചുതരാം. എടാ ഫ്രാങ്ക്ലിനെ, ഇന്നിപ്പോൾ എന്തായാലും ഈ ടാങ്ക് നിനക്ക് തിരിച്ചിട്ടാൻ പോകണല്ലോ കേട്ടാ. ഇതിപ്പോൾ ഞാൻ എടുക്കാൻ പോകണം കേട്ടോ. എനിക്കെന്താ ഈ സാധനം ഇഷ്ടപ്പെട്ട കേട്ടാ. അത് മാത്രമല്ല, നിൻ്റെ എല്ലാ പൈസ എല്ലാം ഞാൻ തിരിച്ചെടുക്കും. നിൻ്റെ ജോലി പോയതല്ല, നിൻ്റെ ജോലി പോയല്ലേ? അല്ല, എൻ്റെ നഷ്ടപരിഹാരം എടാ. നീയല്ലടാ എൻ്റെ വണ്ടി നശിപ്പിച്ച. ആരും അറിഞ്ഞ്? നീയല്ലടാ എൻ്റെ വണ്ടി നശിപ്പിച്ച. ഒന്ന് പോടാ ഫ്രാങ്ക്ലിനെ, ഞാൻ ഇനി നശിപ്പിക്കും. നീ എന്നെ എന്ത് ചെയ്യും? എന്നാ പിന്നെ ഇങ്ങനെ ആയിരിക്കും നിൻ്റെ അവസ്ഥ കേട്ടാ. എടാ ഫ്രാങ്ക്ലിനെ, നീ ഇതെന്ത് പണിയുടെ കാണിച്ചാ? നീ എൻ്റെ വണ്ടിയൊക്കെ നശിപ്പിക്കാൻ പോണാ? പിന്നെ അല്ലാതെ നീ എൻ്റെ ജോലി കളഞ്ഞില്ലേ? എനിക്ക് സത്യത്തിൽ നിൻ്റെ വണ്ടി പൊട്ടിച്ചളയണമെന്ന് ഒരു ആഗ്രഹമില്ലായിരുന്നു കേട്ടാ. നീ ആയിട്ട് തന്നെ നിൻ്റെ വണ്ടികളെല്ലാം നശിപ്പിക്കാൻ കാരണം വെച്ചത് കേട്ടാ. അതുകൊണ്ട് നിൻ്റെ ഇനി ഒരു വണ്ടികൾ പോലും ഇവിടെ നിൽക്കില്ല കേട്ടോ. എല്ലാത്തിനെയും ഞങ്ങൾ അടിച്ച് നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എനിക്ക് സിമിയോൺ തന്നെ തന്ന വണ്ടിയാണിത്. സിമിയോൺ അതിന് പകരം ഒരു കിടിലൻ കാറങ്ങനെ നൈസായിട്ട് അങ്ങനെ കൊടുത്തു കേട്ടാ. അതുകൊണ്ട് തന്നെ പകരം എനിക്ക് സിമിയോൺ തന്നതാണ്. ഇനിയിപ്പോൾ എല്ലാത്തിനെയും ഞങ്ങൾ അടിച്ച് നശിപ്പിക്കുകയാണ് കേട്ടാ. എടാ ഫ്രാങ്ക്ലിനെ, നീ ഇതെന്ത് പണിയുടെ കാണിക്കണേ? എന്ന് പോടാ ഷിൻചാനെ, കിൻചാനെ, കുഞ്ചാനെ. ഇനിയിപ്പം ഞാനും ടൈഗറും ഗ്രാനിയും പിങ്ചാനും എല്ലാവരും സുഖമായിട്ട് ഞങ്ങൾ ജീവിക്കും കേട്ടാ. എടാ ഫ്രാങ്ക്ലിനെ, നിൻ്റെ കയ്യിൽ മാത്രമേ പൈസ ഉള്ളൂ എന്ന് വിചാരിക്കണം കേട്ടാ. എൻ്റെ വീടിനകത്ത് നിറയെ വെപ്പൺസ്, സ്റ്റിക്കി ബോംബൊക്കെ ഉണ്ട്. ഞാൻ ഇതിപ്പോൾ അതെല്ലാം പോയി എടുക്കുകയാണ്. അതിനിപ്പം നിൻ്റെ വീട് ബാക്കിയുണ്ടായില്ലല്ലേ ഉള്ളൂ. നിൻ്റെ വീടും എല്ലാം ഞാൻ കത്തിക്കാവണ്ട. എടാ ഫ്രാങ്ക്ലിനെ, എൻ്റെ വീടിനൊന്ന് ചെയ്യല്ലേ പ്ലീസ്. എടാ, ഞാൻ നിൻ്റെ ജോലി കളഞ്ഞതല്ലേ ഉള്ളൂ. നീ പക്ഷെ എൻ്റെ വീട് മൊത്തം കത്തിക്കുമല്ലോടാ. ആടാ, ഞാൻ കത്തിക്കോടാ. നിൻ്റെ കാര്യത്തിലുള്ള തീരുമാനമാവടാ. നിൻ്റെ എല്ലാ വണ്ടിയും കത്തിക്കാവണ്ട. നീ എൻ്റെ ഏതാണ് ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ആ ഒരു ഫെറാറി കുറേ വണ്ടികളൊക്കെ നീ അടിച്ചു പറ്റില്ലടാ കിഴങ്ങ ഷിൻചാനെ. എടാ ഫ്രാങ്ക്ലിനെ, ഞാൻ ആരാണ് നിനക്ക് അറിയണം കേട്ടാ. പിന്നെ നീ ഭയങ്കര ഡോണെന്നാണ് നീ വിചാരിക്കണം കേട്ടാ. ശരിക്കുള്ള ഡോൺ ഞാനാണ്. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ പൂവാറോ റിച്ചൊക്കെ ആവും, പക്ഷേ ഞാൻ തിരിച്ച് അതേപോലെ തന്നെ ആവും. ഞാൻ ഇപ്പം ഇടയ്ക്ക് വെച്ച് പൂവാറായി. ഞാൻ നിന്നോട് ജസ്റ്റ് നിന്നോട് കൂടെ ചേർക്കുമോ എന്നല്ലേ ചോദിച്ചോളൂ. അത് മാത്രമല്ല, എനിക്കെൻ്റെ വണ്ടി നീ തന്നില്ലേ, എന്നാൽ നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. വണ്ടിയുടെ കാര്യം പോട്ടെ, നീ എന്തിനാ എൻ്റെ ജോലി കളഞ്ഞത്? അതുകൊണ്ടാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത. അങ്ങനെ എനിക്ക് നല്ലൊരു മിഷൻ കിട്ടി. ആ മിഷൻ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടി. ആ ക്യാഷൊക്കെ വെച്ച് സെറ്റ് ചെയ്താണ് ഇതെന്ന് വെച്ചാൽ കേട്ടാ. അണ്ട് അടങ്ങിരാടാ വായി നോക്കിക്കൊണ്ട്. അല്ല പിന്നെ ഇന്ന് നിൻ്റെ വീടിൻ്റെ കാര്യത്തിൽ തീരുമാനമാവട്ടെ. ഇന്ന് എല്ലാത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവട്ടെ. നിൻ്റെ എല്ലാ ബോഡി ഗാർഡ്സ് എല്ലാവരും ഇപ്പോൾ ഇന്നത്തോടെ തീരുമാനം. അയ്യോ എൻ്റെ പൊന്ന് ബോസേ, ഞങ്ങൾ രക്ഷിക്കു ബോസേ. എടാ ഒന്ന് മിണ്ടായിരുന്നോ? എൻ്റെ വീടിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. എടാ ഫ്രാങ്ക്ലിൻ, എൻ്റെ വീടെങ്ങാനും പൊട്ടിച്ച് ഞാൻ നിന്നെ കൊല്ലും കേട്ടാ. അതിന് നിൻ്റെ കയ്യിൽ ഗണ്ണൊന്നുമില്ലല്ലോ. അയ്യോ, അത് പറഞ്ഞ് ശരിയാണല്ലോ. എടാ ഫ്രാങ്ക്ലിനെ, എൻ്റെ വീടിനൊന്ന് ചെയ്യല് പ്ലീസ്. ഞാൻ വേണമെങ്കിൽ നിനക്ക് പോയതിനേക്കാളും നല്ല കിടിലൻ ജോലി തരാം. ഒന്ന് പോടാണ്. എനിക്ക് എൻ്റെ ജോലിയൊന്നും വേണ്ട. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. പിന്നെയാണ് അവൻ്റെ ഒരു ജോലി. തേങ്ങക്കൊല. ആർക്കാണ് നിൻ്റെ ജോലി? നിൻ്റെ വീട് വണ്ടികളെല്ലാം ഞാൻ നശിപ്പിക്കടാ. അവൻ്റെ നിഞ്ച പണ്ടാടങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ വണ്ടി എല്ലാം അവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാണ്. ഇനി ഒന്നും ബാക്കിയാണ് കേട്ടാ. നിൻ്റെ വീടും എല്ലാം ഇപ്പം നശിപ്പിക്കാൻ പോകണം കേട്ടാ. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, പ്ലീസ് ചേട്ടാ നശിപ്പിക്കല്ലേ. എടാ ഫ്രാങ്ക്ലിനെ നശിപ്പിക്കല്ലേ. എടാ പൊട്ട ഫ്രാങ്ക്ലിനെ, നശിപ്പിച്ചാൽ നിൻ്റെ അന്ത്യമായിരിക്കും കേട്ടാ. നീ എന്നെ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല കേട്ടാ. ഇനിയിപ്പോൾ ഈ ടാങ്ക് ഇവിടെ കിടന്നോട്ടെ. ഈ ടാങ്ക് പോകുമ്പോൾ തിരിച്ചുകൊണ്ടോണം കേട്ടാ. നിൻ്റെ വീടിപ്പോൾ ഞാൻ നശിപ്പിക്കാൻ പോകണം കേട്ടാ. എടാ ഷിൻചാനെ, അപ്പം നിൻ്റെ വീട് നീ നോക്കി നിന്നോ കേട്ടാ. അയ്യോ എൻ്റെ പൊന്നടാവേ, ഇതിപ്പോൾ എന്താണ് ഈ സംഭവിച്ചത്? എൻ്റെ വീടെല്ലാം കൂടെ പൊട്ടിത്തെറിച്ചല്ലോ. അയ്യോ എൻ്റെ വീട് പോയേ. അയ്യോ എൻ്റെ പൊന്നെ, എൻ്റെ വീട് പോയേ.
എടാ ഷിൻചാനെ നിന്റെ കാര്യത്തിൽ തീരുമാനമായിടാ. അയ്യോ എടാ ഫ്രാങ്ക്ലിനെ, നീ ഇപ്പോൾ ചെയ്ത വലിയ തെറ്റാണ് കേട്ടോ. എൻ്റെ ബോഡി ഗാർഡ്സും എൻ്റെ വീടും കാറും എല്ലാം പോയി, എൻ്റെ പൈസയും പോയി. ഈ വീടിനകത്തായിരുന്നു എൻ്റെ ഫുൾ പൈസ, എൻ്റെ വെപ്പൺസും എല്ലാം. നീ ഇപ്പം എനിക്ക് വലിയൊരു നഷ്ടമാണ് തന്നെ കേട്ടാ. ഞാൻ നിന്നെ വെറുതെ വിടില്ല കേട്ടാ. വെറുതെ ഇവിടെ നീ ഇനി ജീവിച്ചിരുന്നിട്ടല്ലേ കാര്യം. ഇന്നാ പിടിച്ചോ നിൻ്റെ അന്ത്യം കേട്ടാ. ഗൈസ് നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ ഷിൻചാൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണം കേട്ടാ. ഷിൻചാൻ ചത്തിട്ടൊന്നുമില്ല, ഇത് അടിച്ചൊന്നും ഇട്ടതേ ഉള്ളൂ. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ ബോധം വന്നോളൂ കേട്ടാ. ഇനിയിപ്പോൾ അവനൊന്നും ബാക്കിയില്ല, അവൻ്റെ വീടും എല്ലാം പോയി ഗൈസ്. ഓക്കെ, അങ്ങനെ ഷിൻചാൻ്റെ സ്റ്റോറി അങ്ങനെ ഇവിടെ വെച്ചാൽ എൻ്റെ ആയേക്കാണ് കേട്ടാ. അവൻ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലോട്ട് വരും ഗൈസ്. ഓക്കെ, അവൻ്റെ കയ്യിൽ പിന്നെ പൈസയൊന്നും കാണില്ല ഗൈസ്. ഓക്കെ, കാരണം എല്ലാത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഗൈസ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാനാണ് ഗൈസ് ഇവിടുത്തെ ഡോൺ എന്ന് പറയണത്. ഓക്കെ, എന്തായാലും പൈസ പോകാൻ മെയിൻ റീസൺ എന്ന് വെച്ചാൽ അവൻ്റെ കയ്യിൽ അക്കൗണ്ട് ഇല്ല. ഇതൊക്കെ അവ ഒരു അക്കൗണ്ട് തുടങ്ങിയിരുന്നെങ്കിൽ പൈസ ഒന്നും പോകില്ലായിരുന്നു കേട്ടോ. വണ്ടികൾ എല്ലാം പോകുമായിരുന്നു. ഓക്കെ, അത്രേ വരത്തുള്ളായിരുന്നു കേട്ടോ. ഇതെന്താണ് കേസ്, അവൻ്റെ ബാക്ക് സൈഡിൽ എന്തോ ഒരു കാർ കിടക്കണല്ലോ. അതെന്തോ റോൾസ് റോയ്സ് അല്ലേ? ചേടാ അത് ബാക്കി വെച്ചില്ലെങ്കിൽ അവൻ അത് വെച്ച് ജീവിച്ചു പോകുമല്ലോടേ. അങ്ങനെ വരാൻ പാടില്ല. അവൻ മിക്കവാറും എണീക്കാൻ ചാൻസ് ഉണ്ട് കേട്ടാ. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് റോൾസ് റോയ്സ് കൂടെ കിടപ്പുണ്ട് കേട്ടോ. നമുക്കില്ല, അതിനെ കൂടെ അങ്ങ് നശിപ്പിച്ചാലാണ് കേസ്. ഓക്കെ, അതൊക്കെ പിന്നെ അത്രേ ഉള്ളൂ കേസ്. അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമായതാണ് കേസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് അങ്ങ് പോവാം കേസ്. ഓക്കെ.